ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, അടുത്ത സമയം ഞങ്ങൾ ശ്രവിക്കുവാൻ പോകുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാർഗദർശിയാകുവാൻ അവിടുന്ന് സഹായമരുളണമേ. വചനം ഞങ്ങൾക്ക് തരുന്ന ജീവനും സൗഖ്യവും പ്രത്യാശയും സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വെളിച്ചമായി അവൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആരെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ അന്ധകാരത്തിൽ ആയിരിക്കരുത്. അന്ധകാരത്തിൽ ആയിരിക്കാൻ വെളിച്ചമായി കർത്താവ് വന്നിരിക്കുകയാണ്. അപ്പം വെളിച്ചമായ കർത്താവിനെ വിശ്വാസത്തിൽ പ്രത്യാശയോടുകൂടി നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, പ്രത്യാശ ഒരു സ്വാഭാവികമായ ഒരു പുണ്യമാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സ്വന്തമാക്കലാണ്. ഒരുവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ അവൻ ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളും ഞാൻ സ്നേഹിക്കുന്ന ഒരാളും തമ്മിലുള്ള ഹൃദയത്തിൻ്റെ ഒരു കൂടിച്ചേരൽ പ്രത്യാശ. ഞാൻ വിശ്വസിക്കുന്നവനിൽ ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ആരിൽ വിശ്വസിക്കുന്നോ അവനെ ഞാൻ സ്വന്തമാക്കുന്നു. എന്നാൽ ദൈവത്തെ സ്വന്തമാക്കലാണ് പ്രത്യാശ എന്ന് പറയുന്നത്. വിശുദ്ധ അസീസി ഇതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സഹനങ്ങളും എനിക്ക് ആനന്ദദായകമാണ്. നമുക്കറിയാം, ആ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസി ഒരുപാട് ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെയെല്ലാം അസീസി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണ്. അസീസി അതുകൊണ്ട് പറയാണ്, ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ട് എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളെല്ലാം എനിക്ക് ആനന്ദകരമാണ്. സഹനങ്ങളില്ലാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? ബുദ്ധിമുട്ടുകളും കെട്ടുപാടുകളും ഇല്ലാത്ത ഒരുവനെ പോലും നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരാൾക്ക് അവിടുന്നിൽ ഉത്തരവുണ്ട്. കാരണം അവൻ പ്രത്യാശ വച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം അതിപ്രകാരമാണ്: ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നാം എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അപ്പം ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ഞാൻ യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത്, പരലോക ജീവിതത്തിലേക്കുമുള്ള എൻ്റെ പ്രത്യാശ എൻ്റെ ക്രിസ്തുവിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ മാത്രം ഉള്ളതല്ല, അതിനും അപ്പുറത്തേക്കുള്ളതാണ്. അപ്പുറത്തേക്കുള്ള എൻ്റെ ഈ യാത്രയിലും എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവമാണ്. അപ്പം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വഴികളുണ്ടല്ലോ. ചിലപ്പോൾ നേരായിരിക്കാം, ചിലപ്പോൾ വളഞ്ഞതായിരിക്കാം, ചിലപ്പോൾ കുറുക്ക് വഴികളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കെണികൾ വയ്ക്കുന്ന വഴികളായിരിക്കാം. ആ വഴികളിലെല്ലാം അവന് വളരെ പ്രത്യാശ ഉണ്ട്. കാരണം ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവനിൽ അപ്രകാരം പ്രത്യാശ അർപ്പിക്കാനായിട്ട് അവനെ സഹായിക്കുക. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 81-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു.
ദാവീദ് രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, തളരുകയാണ്. പക്ഷേ ദാവീദിൻ്റെ പ്രത്യാശ മുഴുവനും ദൈവത്തിലാണ്. ദൈവത്തിൽ അവൻ പ്രത്യാശ വെച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ലംഘനം അവൻ ചെയ്തു. പക്ഷേ അങ്ങനെ അവൻ ദൈവത്തെ വേദനിപ്പിച്ചെങ്കിലും സങ്കടപ്പെടുത്തിയെങ്കിലും പ്രത്യാശ മുഴുവനും ദൈവത്തിലായിരുന്നു. അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, വളരെ പ്രത്യാശയോടുകൂടെ. നമുക്കറിയാം, മനുഷ്യവംശത്തിന് ഇന്ന് അത്യാവശ്യമായിരിക്കുന്ന ഒരു പുണ്യമാണ്, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നന്മയാണ് ഈ പ്രത്യാശ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്നുള്ളത് ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു കാര്യമാണ്. തിരുവചനത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുകയാണ് എൻ്റെ ആഗ്രഹം. പൗലോസ് പറയാണ്, ക്രിസ്തു മരിച്ച് ഞാൻ എൻ്റെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് മനുഷ്യർക്ക്. എന്തോരം ആഗ്രഹങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത്. എനിക്കാണെങ്കിലും എന്തുമാത്രം ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ആ വഴി പോയിരുന്നെങ്കിൽ, ഈ വഴി പോയിരുന്നെങ്കിൽ, ഒരുപാട് ആഗ്രഹം. പൗലോസ് പറയാണ്, എനിക്ക് ഈ ലോക ജീവിതത്തിനെല്ലാം പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിച്ചിട്ട് ക്രിസ്തുവിനോട് കൂടെ മാത്രം ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ക്രിസ്തുവിനോട് കൂടെ മാത്രമായിരിക്കുക എന്നുള്ളത് ഒരുവന് നൽകുന്ന ആ പ്രത്യാശ വളരെ വലിയ ഒരു കാര്യമാണ്. ഈ പ്രത്യാശയാണ് പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തന്ന് ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിക്കുക. ഇവിടെ വിശുദ്ധ ക്രിസ്റ്റോസ്റ്റോം പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ഓരോ മുറിവും നമ്മുടെ പാപമോചനത്തിനു വേണ്ടി പിതാവിനോട് ശക്തമായി അപേക്ഷിക്കുന്ന ഓരോ അധരമാണ്. ക്രിസ്തുവിൻ്റെ ഓരോ മുറിവുകളും എൻ്റെ പാപത്തിന് മോചനം പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ അധരമാണ്. അപ്പോൾ ഈ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുക. എൻ്റെ കൊടിയ പാപത്തിലും എൻ്റെ കൊടിയ പ്രവൃത്തികളിലും ദൈവം എന്നെ കൈവിടുകയില്ല. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ധ്യാന സെൻറ്ററിലേക്ക് ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ 2 പേരെ ഈ ജീവിതത്തിനോടകം കൊല ചെയ്തിട്ടുണ്ട്. പക്ഷേ വചനശ്രവണം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുക, ഞാൻ അങ്ങനെ അത്ര ചെയ്യരുതാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിന്ന് ഇപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം എന്നെ കൈവിട്ട് കളയല്ല, ദൈവം എന്നെ സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുവൻ്റെ ജീവിതത്തിൽ അവന് നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമ്പാദിച്ച് ഈ ഭൂമിയിൽ വയ്ക്കാൻ പറ്റുന്ന, സ്വർഗീയ ജീവിതത്തിലേക്ക് സമ്പാദിച്ച് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഭിഷേകമാണ് ഈ പ്രത്യാശ. പ്രത്യാശയുള്ളവൻ എന്നും ജീവിക്കും കേട്ടോ. പ്രത്യാശയുള്ള മനുഷ്യനെന്നും ജീവിക്കും. പ്രത്യാശ ഇല്ലാതെ നിരാശയിൽ കഴിയുന്ന അനേകരെ നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലേ? മിക്കവാറും കൂടെ എന്നെ ഒരു സഹോദരൻ ഫോൺ ചെയ്യാറുണ്ട്. ആ സഹോദരൻ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്, എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കൂടെ എന്നെ വിളിക്കുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്റർ, എനിക്ക് വിദേശത്തു നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് വേറെ ആരും വിളിക്കാനില്ല കേട്ടോ, വേറെ ആരെയും എനിക്ക് വിളിക്കാനില്ല കേട്ടോ. സിസ്റ്ററിനെ വിളിച്ച് കഴിയുമ്പം ഒരു വചനം കേട്ട് കഴിയുമ്പം എനിക്കൊരു സമാധാനമുണ്ട് കേട്ടോ. ഓരോ ദിവസവും ഈ വിളി കഴിഞ്ഞ് ഫോൺ വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്റർ, എനിക്കിപ്പോൾ ഒരു പ്രത്യാശ കിട്ടിയിട്ടുണ്ട്, ഇനി ഒരു ദിവസം കൂടെ ദൈവം എന്നെ കിടത്തിയാലും ഞാൻ കിടക്കാം. 13 വർഷമായി കിടക്കുക കേട്ടോ. 13 വർഷം. ഇനി ദൈവം നാളെ എന്നെ അനുവദിക്കുന്നെങ്കിൽ നാളെ ഞാൻ കിടക്കാം. പ്രത്യാശിക്കുകയാണ്. ഈ കിടപ്പിനൊരു ഫലം എൻ്റെ ദൈവം തരും. മക്കളുടെ മക്കളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ദൈവം ഒരു കൃപയും അനുഗ്രഹവും കൊടുക്കും എന്നുള്ള വലിയൊരു പ്രത്യാശ. അപ്പം ഈ പ്രത്യാശയാണ് പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് തരിക, ജീവിക്കാനായിട്ട് നമുക്കൊരു സന്തോഷം തോന്നുക. പലരും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഓടുമ്പോൾ അങ്ങനെയുള്ളവരെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പ്രത്യേകിച്ച് പ്രത്യാശയൊന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനാ? എന്തിനു വേണ്ടി ജീവിക്കാനാ? ആരുമില്ല. ഭർത്താവില്ല, നോക്കിയല്ല, മക്കൾ നോക്കിയല്ല, ഞാനിങ്ങനെ ഏകയായിട്ട് എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? പ്രത്യാശയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് ഇട്ടിരിക്കുന്ന ആയുസ് മൊത്തം നമ്മൾ ജീവിക്കും. അവരില്ലെങ്കിലും, എൻ്റെ കൂടപ്പിറപ്പുകളില്ലെങ്കിലും, മാതാപിതാക്കളില്ലെങ്കിലും, ഒറ്റവരും ഒടയവരും ഇല്ലെങ്കിലും, ദൈവം എനിക്ക് ഒരുവനെ സമ്പത്തായിട്ടുണ്ടെങ്കിൽ അതാ അവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അതൊന്നും ഈ ഭൂമിയിൽ നമുക്ക് പണം കൊടുത്ത് മേടിച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല. പറഞ്ഞാലും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പുണ്യമാണ്. അപ്പോൾ ഇപ്രകാരം ഒരു പ്രത്യാശ ദൈവത്തിൽ നമ്മൾ അർപ്പിക്കുന്നവരാണെങ്കിൽ
ദൈവം നമ്മൾക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളും. അതുകൊണ്ടാണ് ക്രിസ്തുസ്റ്റോൻ പറയുക, നമ്മുടെ പാപത്തിന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന കർത്താവിൻ്റെ തിരുമുറിവുകളിന്മേലുള്ള ഒരു ആശ്രയത്വ ബോധം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള പ്രത്യാശ. പ്രലോഭനങ്ങൾ, ഇന്നും മനുഷ്യരെല്ലാം പ്രലോഭനങ്ങളുടെ ആ ഒരു വലിയ ചുറ്റിക്കെട്ടിൽ കിടന്ന് പൊളയുകയാണ്. കഴിഞ്ഞ ദിവസം MBBS പഠിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ ഭയങ്കര പ്രലോഭനമാണ് സിസ്റ്ററെ, കോളേജ് അന്തരീക്ഷത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല. കൂട്ടുകാരെല്ലാം എവിടെ അങ്ങോട്ട് നോക്കിയാലും മദ്യം, കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ പെൺകുട്ടികളുമായിട്ടുള്ള ഇടപാടുകൾ, കുറച്ച് അപ്പുറയോട്ട് തിരിഞ്ഞാൽ കഞ്ചാവ്, ഇപ്പുറയോട്ട് തിരിഞ്ഞാൽ മയക്കുമരുന്ന്. ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ ഈ പഠനം ഒന്ന് തീർക്കാൻ, ബുദ്ധിമുട്ടാണ്. പ്രലോഭിതനാവുകയാണെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോനെ പ്രലോഭിതനാകാതിരിക്കാൻ ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ വെക്കുക. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെയൊക്കെ ഇതിനകത്തൊന്നും ഒരു കമ്പനിക്കകത്തും പെടാത്തവരൊക്കെ കോളേജിൽ ഒറ്റയാണ് സിസ്റ്ററെ. അങ്ങനെ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിവിടെ എത്തപ്പെട്ടത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ കോളേജിൽ അപ്രകാരമുള്ള തിന്മ പ്രവർത്തികൾക്ക് നീ ചേരാത്തതിന് പേരിൽ നീ ഒറ്റപ്പെട്ടാൽ നീ മിടുക്കനാണ്. നീ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവനാണെന്ന് അസന്നിഗ്ധമായി അവിടെയുള്ള നിൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ നീ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് നീ മാറുക ചെയ്യുക. വാസ്തവത്തിൽ അതല്ലേ പ്രത്യാശ. എല്ലാവരും തള്ളിക്കളയുമ്പോഴും എല്ലാവരും ചെയ്യുന്ന തിന്മയുടെ പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോഴും അതിന് നേരെ വിരുദ്ധമായി ഞാനിങ്ങനെ എനിക്കൊരു ദൈവം ഉണ്ടെന്നും അവനിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നെന്നും അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്നുമൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ട് എത്രയോ പേരാണ് ഈ ലോകത്തിൽ പ്രലോഭിതരാകുന്നത്. അപ്പോൾ ഈ പ്രലോഭനങ്ങളുടെ ഘട്ടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്രകാരം നമുക്ക് ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ ഉള്ളവരായി, പ്രത്യാശ അർപ്പിക്കുന്നവരായി ജീവിക്കാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ആഴ്ച കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ മരിയൻ ധ്യാനം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ഒരുപാട് നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഒരുപാട് നാളായി ഞാൻ പരിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് എന്തിയെ ചോദിച്ചപ്പം ആ സഹോദരി പറയുകയാണ്, ഒറ്റ മകനും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. മകൻ ഈ ചേച്ചിക്ക് 17ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു. 17ാമത്തെ വയസ്സിൽ ഈ മകൻ നഷ്ടപ്പെട്ടു. ഇന്നും ചേച്ചിക്ക് അറിയത്തില്ല ഈ കുഞ്ഞ് എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അന്ന് മുതൽ പള്ളിയിൽ പോകാതായി, പ്രാർത്ഥന ചൊല്ലാതായി, വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ തൻ്റെ മകനെ ഇത്രയും ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട് അല്ലെ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഞാൻ ഇത്രയും പ്രത്യാശിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ഇറങ്ങിപ്പോയല്ലോ, വീട് വിട്ടു പോയി, എവിടെ പോയി നിന്നും അറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനിപ്പോൾ ഒരു 10-35 വയസ്സാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല എവിടെയാണ് ജീവിച്ചിരിക്കുന്ന ആളുണ്ടോ ഇല്ലയോ. പക്ഷെ അന്ന് മുതൽ പ്രത്യാശ പോയി. അയൽവക്കത്തുള്ളവർ ധ്യാനിക്കാൻ വന്നപ്പം കൂട്ടിക്കൊണ്ട് വന്നതാണ്. പക്ഷേ വചന ശ്രവണം കഴിഞ്ഞ് ഈ സഹോദരി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. സിസ്റ്ററെ, എൻ്റെ കുഞ്ഞു പോയാലും എനിക്ക് ദൈവമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകൻ പോയാലും എനിക്ക് ദൈവമുണ്ടല്ലോ. ദൈവം എനിക്കൊരു മോളെ കൂടെ തന്നിട്ടുണ്ടല്ലോ. അതിൽ വലിയ പ്രത്യാശയുള്ളവളായി നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടരുത്, പതറിപ്പോകരുത്, തളർന്നു പോകരുത്. ദൈവനെ വഴി നടത്തും, ദൈവനെ സഹായിക്കും എന്നുള്ളതാണ് ആ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തെ നമ്മൾ പ്രകാരം കാണുകയാണ്. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തെ നമ്മൾ കാണുകയാണ്. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. വചനം പറയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്ര കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. പൗലോസും കൂട്ടരും മരണഭയം. അപ്പോൾ അവിടെ നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കഠിനമായും ദുസ്സഹമായും അവർ പീഡനം അനുഭവിച്ചു. ഈ പീഡനത്തിൻ്റെ അവസ്ഥയിലും പ്രത്യാശയോടുകൂടെ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഇന്ന് ഈ ഒരു കാലയളവിൽ എത്രയോ ക്രിസ്ത്യാനികളെയാണ് നിഷ്കരണം അവിടെ ഇവിടെയൊക്കെ വധിക്കുക. എത്രയോ യുവാക്കളാണ് അവരുടെ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുക. അതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയല്ലേ. ദൈവത്തിലുള്ള പ്രത്യാശ. തന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ അവൻ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് എത്ര യുവാക്കളെ, 21 യുവാക്കൾ ധൈര്യപൂർവ്വം കഴുത്ത് വെച്ചു കൊടുത്തില്ലേ വെട്ടാൻ. ദൈവത്തിൽ പ്രത്യാശ.
പൗലോസിൽ പറയുകയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്ര കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, മരണത്തിൻ്റെ വക്കിലേക്ക് ഒരാൾ എത്തുമ്പോൾ അവർ കഠിനമായി ഉത്കണ്ഠാകുലരാണ്. അവർക്കൊരു മരണഭയം അല്ലാത്തൊരു ഭീതിയാണ്. അത് നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വീണ്ടും തിരുവഴുത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇപ്രകാരം കാണുകയാണ്. വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, കർത്താവിൻ്റെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിനക്ക് ലഭിക്കും. അതാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്ത്. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ വേണം. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, നീ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും നിനക്ക് ലഭിക്കും. അപ്പോൾ കൊടിയ പ്രലോഭനങ്ങളൊക്കെ സഹിക്കാനായിട്ടുള്ള ശക്തി അല്ലേ, വലിയ ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടെയെല്ലാം കർത്താവിൻ്റെ കരം കാണാനായിട്ടുള്ള വലിയ പ്രത്യാശ. നിങ്ങൾ ചോദിക്കുന്നതും യാചിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 18-ാം അധ്യായം 30-ാമത്തെ വചനം പറയുകയാണ്, അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവിൽ അഭയം തേടുന്നവർക്ക് കർത്താവ് പരിചയമാണ്. ആർക്ക്? കർത്താവിൽ അഭയം തേടുന്നവർക്ക്. അഭയം തേടുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. കർത്താവിൽ പ്രത്യാശ വെക്കുന്നവർക്ക് കർത്താവ് പരിചയ. കർത്താവ് പരിചയമായ ഒരാൾക്ക് ആരെ ഭയപ്പെടാനാ? എന്ത് സംഭവത്തെ ഭയപ്പെടാനാ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ അറിയാമല്ലേ. പ്രായം അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ, ഞങ്ങൾ നാട്ടിൽ നിന്ന് മലബാറിലേക്കൊക്കെ കുടിയേറിയപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ ശക്തികേന്ദ്രമായിട്ടുണ്ടായിരുന്ന ദൈവമാണ്. ഈ 7-8 മക്കളെയും കൊണ്ടൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു തിരുഹതരുവും ഒക്കെ പിടിച്ച് ഈ കാട്ടാനയോടും മലങ്കാടിനോടും ഒക്കെ മല്ലടിച്ച് ഞങ്ങൾ ജീവിച്ചത് പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കോട്ട അവിടുന്നാണ്, പ്രത്യാശ, അഭയം അവിടുന്നാണല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രത്യാശ അർപ്പിക്കാൻ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാനായിട്ട് സാധിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം നമ്മൾ കാണുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനം, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ആരാണ് പരിത്യക്തനായി പോയത്? ആരും പരിത്യക്തനായി പോയിട്ടില്ല. കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള CA പരീക്ഷ 6 തവണ എഴുതിയ ഒരു സഹോദരൻ ധ്യാനിക്കാനായിട്ട് കടന്നു വന്നു. 6 തവണ പരീക്ഷ എഴുതി. വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞാനിപ്പോൾ ധ്യാനം കൂടാൻ വന്ന് നിൽക്കുക, ഇനി ഇത് പരീക്ഷ എഴുതണോ വേണ്ടയോ, ഇത് ദൈവികതമാണോ, ഞാൻ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണോ, എന്താ ചെയ്യേണ്ടത്, തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന് പ്രത്യാശിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ഒന്നും കൂടെ മാക്സിമം നിനക്കുള്ളതിൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുക്കുക. എന്നിട്ട് എൻ്റെ കുഞ്ഞെ നീ ഒന്നും കൂടെ പോയി അത് എഴുത്, ദൈവം നിന്നെ കൂട്ട് വരും. അത് ധ്യാനം കഴിഞ്ഞ് പോകും. ഇപ്പോൾ കൊച്ചി യാത്ര പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ, എനിക്ക് വലിയൊരു പ്രത്യാശ കിട്ടി, ഇനിയിപ്പോൾ ഇത് ജയിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു പ്രത്യാശ കിട്ടി, ഇനി എന്തെങ്കിലും പഠിച്ച് വെച്ച് എന്തെങ്കിലും ജോലിയിൽ കയറണം എന്നുള്ളൊരു പ്രത്യാശ നമുക്ക് കിട്ടി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ തളർന്ന മനസ്സോടെ ഇരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ പ്രത്യാശകൾ തീരുകയാണ്, ഇല്ലാതായി പോവുക. ഇങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അപ്പോൾ നിനക്കൊരു കുഞ്ഞ് പ്രത്യാശ ഉള്ളവളാണെങ്കിൽ ഈ പ്രത്യാശയുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അനേകരെ നമുക്ക് വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. സങ്കീർത്തന പുസ്തകം 71-ാം അധ്യായം 1-ാമത്തെ വചനം, കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജനായി തീരുകയില്ലല്ലോ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിതനായി തീരുകയില്ലല്ലോ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ലജ്ജിതനാകാൻ, എന്ന് വെച്ചാൽ നാണം കെട്ടു പോകാൻ കർത്താവ് അനുവദിക്കുകയല്ലെന്ന്. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ചിട്ട് പ്രത്യാശ അർപ്പിച്ചിട്ട് നീ നാണം കെട്ടു പോകണ്ട. ഒരു ജീസസ് യൂത്ത് സഹോദരന് ആന്ധ്ര സൈഡിൽ 1 ഇയർ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടു. അവന് കൂടെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറ്. അവൻ്റെ ശുശ്രൂഷകൾ തീർന്നിട്ടില്ല. അവനവിടെ ഒരു വർഷത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ ദശാംശമായിട്ട് പ്രേക്ഷിത ബലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പ്രാർത്ഥിക്കാൻ വിളിച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ, ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്, നമ്മുടെ കേരളം പോലെയൊന്നും അല്ല സിസ്റ്ററെ, വളരെ ബുദ്ധിമുട്ടുകളാണ്, ആരും അങ്ങ് വിശ്വസിക്കുന്നില്ല, പറഞ്ഞിട്ട് ആരും അങ്ങ് പ്രത്യാശിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ മനസ്സെങ്ങനെയാണ് മോനെ?
അപ്പോൾ കൊച്ചു പറഞ്ഞു, സിസ്റ്റർ എനിക്ക് നല്ല പ്രത്യാശയാണ്, കർത്താവിന് വേണ്ടി ഈ ഒരു വർഷം എത്ര കഠിന ചൂടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാനിത് ചെയ്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. വളരെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ള ആരും ഇങ്ങനെ തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം അവൻ്റെ കോട്ട എന്ന് പറയുന്നത് ദൈവമാണ്. ഹെബ്രായ ലേഖനം 10:23 വളരെ ശ്രദ്ധേയമാണ്. ഹെബ്രായ ലേഖനം 10:23, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. മനുഷ്യർ പലപ്പോഴും അവരുടെ വിശ്വസ്തത മാറ്റും. തക്കത്തിനൊത്ത്, സമയത്തിനൊത്ത്, പണത്തിനൊത്ത്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, രാഷ്ട്രീയ ചുറ്റുപാടുകളനുസരിച്ച് അവരവരുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തും. പക്ഷേ വചനം പറയുകയാണ്, നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ആരോട്? കർത്താവിനോട്. ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിനോട് ഞാൻ ഈ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ എനിക്കൊരു സ്ഥിരത വേണം എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പം നമ്മുടെ ജോലി കാര്യങ്ങളിലും അടുക്കള കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും മക്കളെ വളർത്തുന്ന കാര്യങ്ങളിലും ഒക്കെ നമുക്കൊരു പ്രത്യാശ വേണം. ഇതായിരിക്കട്ടെ, ഒരു അച്ഛനായിരിക്കുന്നതിൽ, ഒരു കന്യാസ്ത്രീ ആയിരിക്കുന്നതിൽ, ഒരു യുവാവായിരിക്കുന്നതിൽ, യുവതി ആയിരിക്കുന്നതിൽ, അപ്പച്ചനായിരിക്കുന്നതിൽ, അമ്മച്ചി ആയിരിക്കുന്നതിലൊക്കെ നമുക്ക് ദൈവത്തിലൊരു പ്രത്യാശ വേണം. ആ പ്രത്യാശ ഏറ്റു പറയുന്നത് നമുക്ക് സ്ഥിരതയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ പ്രത്യാശ ഇല്ല എന്ന് നമ്മൾ പറയരുത്. അതിൽ നമുക്ക് അത് ഏറ്റു പറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് പറയുകയാണ്. യേശുവിൻ്റെ യോഗ്യതയിൽ നമ്മൾ പ്രത്യാശിക്കണം. ഹെബ്രായ ലേഖനത്തിൻ്റെ 4:16 നമ്മൾ പ്രകാരം കാണുകയാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 4:16, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി, വേണ്ട സമയത്ത്. ഏത് സമയത്താണ് നമുക്ക് കരുണ വേണ്ടത്? ഏത് സമയത്താണ് നമുക്ക് കൃപ വേണ്ടത്? കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ സന്ധിക്കുന്നത് തന്നെയാണ് കൃപ. അവിടുത്തെ സ്നേഹവും കൃപയും ഒക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ലഭിക്കുന്നതിനായിട്ട് പ്രത്യാശയോടെ അവിടുത്തെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കണം. ഞങ്ങൾ ഒരാശുപത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പം കുറേ നാളുകളായി ആശുപത്രി ജീവിതമൊക്കെ ആയിട്ട് കഴിയുകയാണ്. ലിവർ മുഴുവൻ തീർന്നിരിക്കുക. അപ്പം 2 പിള്ളേരുണ്ട് അദ്ദേഹത്തിന്. അതുങ്ങളുടെ പറക്ക പറ്റിയിട്ടില്ല. ഇങ്ങനെ കുടുംബം കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഇങ്ങനെ സുഖമില്ലാതായി ആശുപത്രിയിൽ അഡ്മിറ്റായത്. ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നപ്പം ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സിസ്റ്ററെ, എനിക്ക് നല്ല പ്രത്യാശയാണ് ദൈവത്തിൽ. ഇതൊക്കെ ഇന്നല്ല നാളെ കൊണ്ട് സൗഖ്യപ്പെട്ട് എനിക്ക് എൻ്റെ പിള്ളേരെ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് വലിയ പ്രത്യാശ. എന്തൊരു പ്രത്യാശ! ശുശ്രൂഷിക്കാനായിട്ട് ഭാര്യയുണ്ട്. ഭാര്യ പറയാം, സിസ്റ്റർ, ഈ മനുഷ്യനെ കണ്ട കാലം മുതൽ, എന്ന് വെച്ചാൽ വിവാഹം നടന്ന കാലം മുതൽ ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭാര്യ പറയുക, ഭർത്താവിനെക്കുറിച്ച് ഭാര്യ പറയുക, ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. രോഗിയായിട്ട് കള്ളിൽ കിടക്കുവാൻ നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ തിരികെ പോലുമില്ല. കൊന്തയില്ലുക, സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, കിട്ടുന്ന സമയത്ത് വചനം വായിക്കുക, വരുന്ന മനുഷ്യരോട് വചനം പറയുക. വളരെ പ്രത്യാശയുള്ളവനായി ആശുപത്രിയിൽ കഴിയുന്ന ആ സഹോദരൻ പറയുകയാണ്, ദൈവം എന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലെത്താൻ ദൈവം എന്നെ സഹായിക്കും. പ്രത്യാശയുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് നല്ല ആരോഗ്യമാണ്. മനസ്സിന് ആരോഗ്യമുള്ള ഒരാൾക്ക് ശരീരത്തിന് ആരോഗ്യം സ്വാഭാവികമായിട്ട് കർത്താവ് കൊടുക്കും. അത്രയും കർത്താവിൽ പ്രത്യാശയുള്ളവനായി വചനം പറഞ്ഞില്ലേ, നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവ് ഞാനെങ്കിൽ പ്രത്യാശിക്കുന്നു എന്ന് നമുക്ക് നല്ല സ്ഥിരത വേണം. ഞാൻ ഓർക്കുന്നു, ഞാനിങ്ങനെ വളരെ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോൾ കാണാൻ വന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, സിസ്റ്റർ വലിയ വചനപ്രഘോഷകയായിട്ട് രോഗശാന്തി വരവുണ്ടായിട്ട് എന്തേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, സ്വന്തം പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പൊയ്ക്കൂടെ, 4-5 ദിവസമായല്ലോ ഇവിടെ ആശുപത്രിയിൽ കഴിയുന്നു, എഴുന്നേറ്റ് പൊയ്ക്കൂടെ. അത് കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, നമുക്കൊന്നും തോന്നിയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് വരേണ്ടതുപോലെ വന്നു പോകണം. അതാണ് ദൈവത്തിൻ്റെ തിരുമനസ്സ്. അത് പ്രത്യാശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്.
ദൈവം പറയാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഈ ജീവിതത്തിൻ്റെ ഈ ഒരാഴ്ചക്കാലം ഇവിടെ ആയിരിക്കണം, അല്ല 2 ദിവസം ആശുപത്രിയിലായിരിക്കണം, 3 ദിവസം വീട്ടിലായിരിക്കണം, 4 ദിവസം അവിടെ ആയിരിക്കണം, ഒരാഴ്ചക്കാലം ജോലി സ്ഥലത്തായിരിക്കണം. അതൊക്കെ ദൈവം കൃത്യമായി പദ്ധതി ഇട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കൊണ്ടോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതൊക്കെ ദൈവം കൃത്യമായി രൂപപ്പെടുത്തി വെച്ചേക്കുന്ന കാര്യമാണ്. ആ രൂപപ്പെടുത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ പ്രത്യാശ സ്ഥിരതയുള്ളതായിരിക്കണം. അത് കൂടെ കർത്താവിനോട് ഏറ്റു പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ആത്മജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുക. റോമാലേഖനം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കാൻ. എന്താ അവിടുത്തെ സമ്പത്ത്? 6 ഏക്കർ റബ്ബർ തോട്ടമാണ്, വലിയ ഇന്നോവ വണ്ടിയാണ്, 4 നില വീടാണ്, വലിയൊരു കെട്ടിടമാണ്. എന്താ ദൈവം നമുക്ക് തരുന്ന സമ്പത്ത്? വിളിച്ചപേക്ഷിക്കും. തൻ്റെ ഭക്തർ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഒരുവന് കൊടുക്കുന്ന സമ്പത്ത് ഒട്ട സമ്പത്തേ ഉള്ളൂ. അവിടുന്ന് നമുക്ക് തരുന്ന ജീവിതം മുഴുവൻ അതേപടി സ്വീകരിക്കാനായിട്ടുള്ള വലിയ പ്രത്യാശ. അതാ തൻ്റെ ഭക്തർക്ക് ദൈവം കൊടുക്കുന്ന വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ജീവിതം ഏതും ആയിക്കൊള്ളട്ടെ, തൻ്റെ ഭക്തർക്ക് അവൻ കൊടുക്കുന്ന സമ്പത്ത്, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമ്പത്ത് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ദൈവം? നിൻ്റെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത്, മനസ്സിന് ധൈര്യം, വിശ്വാസം, ഉറച്ച ശരണം, പ്രത്യാശ, എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് തരുന്നത്. ഇതൊക്കെ ദൈവം ഒരുവന് കൊടുക്കുന്ന സമ്പത്താണ്, ആത്മസമ്പത്ത്. അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ ആരോഗ്യപ്രദമായ സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് തൻ്റെ ഭക്തർക്ക് അവൻ സമ്പത്ത് കൊടുക്കും. സമ്പത്ത്, വലിയ സമ്പന്നനാണ്. ഏത് രീതിയിലുള്ള സമ്പത്താണോ നീ ആശിക്കുന്നത്, ആ സമ്പത്ത് തന്ന് ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. വിശുദ്ധ ബെനവഞ്ചൂർ പറയുന്നൊരു കാര്യമുണ്ട്: മത്സരം ഒരിക്കലും അവസാനിക്കില്ലാത്തതുപോലെ ദൈവത്തെ വിളിക്കുന്നതും ഒരിക്കലും അവസാനിക്കരുത്. ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരിക്കണം, ശരണപ്പെട്ടുകൊണ്ടേയിരിക്കണം, അവിടുന്ന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തെ വിളിക്കാം, നമുക്ക് ശരണപ്പെടാം. അവിടുന്ന് പ്രത്യാശ വെച്ചിട്ടുള്ള ആരും തകർന്നു പോയിട്ടില്ല, ആരും നിരാശരായി പിന്മാറിയിട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ നമുക്ക് പ്രത്യാശയോടെ കടന്നില്ലാം. ഹെബ്രായ ലേഖനം 3:6: ആത്മധൈര്യവും പ്രത്യാശയിലൂടെയുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുന്നെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. വചനം: ആത്മധൈര്യവും പ്രത്യാശയിലൂടെയുള്ള അഭിമാനവും അവസാനം വരെ മുറുകെ പിടിക്കുന്നെങ്കിൽ. പ്രത്യാശ ഒരഭിമാനമായി അവസാനം വരെ നീ മുറുകെ പിടിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ഭവനമായിരിക്കും, നീ ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഭവനമായിരിക്കാനുള്ള ഈ പ്രത്യാശ എന്ന് പറയുന്ന സ്വാഭാവിക പുണ്യം നമുക്ക് നേടാനായിട്ട് പരിശ്രമിക്കാം. പ്രത്യാശയുള്ളവരായി നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും വളരെ വിശ്വാസപൂർവ്വം നമുക്ക് നയിക്കുകയും ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനമായ ഈശോയെ, ആകാശവും ഭൂമിയും മാറിയാലും അങ്ങയുടെ വചനവും അങ്ങയുടെ വാഗ്ദാനങ്ങളും മാറ്റപ്പെടുകയില്ലല്ലോ. അങ്ങിൽ വിശ്വസിക്കുവാൻ, ജീവിതം മുഴുവനും അങ്ങിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ, കൊടിയ വിപത്തിലും രോഗത്തിലും അത്യാഹിതങ്ങളിലും അനർത്ഥങ്ങളിലും ദുർപീഡകളിലും അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.